ഹായ് ഹലോ അച്ചുമ്മാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് സുഖമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഓണമൊക്കെ എത്തിയോ? എൻ്റെ വീട്ടിൽ ഓണത്തിൻ്റെ 3-ാം നാളായി കേട്ടോ. കണ്ടില്ലേ, പൂക്കളം കണ്ടപ്പോഴേ മനസ്സിലായിരിക്കും നിങ്ങൾക്ക്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നു എന്നാണ് കരുതുന്നത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. ഇന്ന് ഓണത്തിൻ്റെ 3-ാം ദിവസമാണ് കേട്ടോ, ചോദ്യദിനം. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് മുറ്റമൊക്കെ തൂത്തുവാരി മുറ്റത്ത് വെള്ളമൊക്കെ തെളിച്ച് തലേദിവസം ഉണ്ടായിരുന്ന പൂക്കളമൊക്കെ മാറ്റി കേട്ടോ. പൂക്കളമൊക്കെ മാറ്റിയിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓറഞ്ച് ജമന്തിയും മഞ്ഞ ജമന്തിയും പിന്നെ റെഡ് റോസും, ഇത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് ഞാൻ ഈ ഡിസൈനൊക്കെ വരച്ചിടത്തില്ലേ, അങ്ങനെയൊന്നും ഇട്ടില്ല. അപ്പം തോന്നിയ ഐഡിയാസിൽ തന്നെ പറന്ന് ഇട്ട് തുടങ്ങിയായിരുന്നു. ഓണത്തിൻ്റെ 3-ാം ദിവസമുള്ള പൂക്കളത്തിൽ ചുവന്ന പൂവാണ് ഇടുന്നത്, അതായത് ചോദ്യദിനത്തിൽ. ഈ ദിവസത്തിൽ ചെമ്പരത്തി, തെച്ചി അതുപോലുള്ള ചുവപ്പ് നിറമുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് വന്നിട്ട് 3-ാമത്തെ ദിവസം കുറച്ച് റെഡ് റോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തെച്ചിയും ചെമ്പരത്തിയൊന്നും കിട്ടിയില്ല. ആ കിട്ടിയ റെഡ് റോസും ചുവന്ന പൂവാണല്ലോ, അങ്ങനെ ആ ചുവപ്പ് പൂവിട്ടിട്ടു. തുമ്പപ്പൂ, തെറ്റി അതുപോലുള്ള കൊച്ചു ചുവന്ന പൂക്കൾ 3rd ഡേ തൊട്ടായിരിക്കും അത്തപ്പൂവിലിട്ട് തുടങ്ങുക. ആദ്യ ദിവസം തുമ്പപ്പൂ ഉപയോഗിച്ച് ചെറിയൊരത്താണ് ഇടാറ്, അതായത് ഫസ്റ്റ് ലെയർ. പിന്നെ 2nd ഡേ വരുമ്പോഴാണ് തുളസിയും പിന്നെ മറ്റ് ചെറിയ പൂക്കളും ഉപയോഗിച്ച് തുടങ്ങുക. പിന്നെ ചോദ്യദിനത്തിൽ അത്തം ചുവക്കും, അതായത് ചോദിക്ക് ചുവക്കും എന്ന് പഴമൊഴിക്കാരുടെ പഴഞ്ചൊല്ലുണ്ട്. അതായത് ചോതി നാൾ മുതലാണ് അത്തപ്പൂക്കളത്തിൽ ചുവന്ന പൂ ഉപയോഗിച്ച് തുടങ്ങാറ്. ചോദ്യദിനം തൊട്ട് തന്നെ അത്തപ്പൂക്കളത്തിൽ പ്രധാനമായും ചുവന്ന പൂക്കൾക്ക് ഒരു സ്ഥാനമുണ്ട്. ഞാനങ്ങനെ നടുക്ക് ഓറഞ്ച് ഇട്ടു. അത് കഴിഞ്ഞ് 2nd ലെയറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് യെല്ലോ റെഡ് എന്ന് പറഞ്ഞ് അതിനെ ചെയ്തു. പിന്നെ എഗെയിൻ അതിന് ചുറ്റും ഒരു ബോർഡർ കൊടുത്തു. പിന്നെയും യെല്ലോ റെഡ് എന്നുള്ള കോമ്പിനേഷനിൽ അങ്ങനെ ലെയർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടു. പിന്നെ എഗെയിൻ ഞാൻ ബോർഡർ കൊടുത്തത് 2 കളറിലാണ് കേട്ടോ, പാതി ഓറഞ്ചും പാതി യെല്ലോയും. എങ്ങനെയുണ്ട് എൻ്റെ അത്തം? കൊള്ളാമല്ലേ? എൻ്റെ വീഡിയോസ് ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ.